എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിൻ്റെ വിവരണമാണ് നമുക്കിവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അത് അമേരിക്കയുടെ ടാരിഫ് ഭീഷണി, ടാരിഫ് ഏർപ്പെടുത്തൽ, ഇതൊക്കെ തന്നെ ഇപ്പോൾ വളരെ കുറച്ച് മാസങ്ങളായിട്ട് ചർച്ചാ വിഷയമാണ് ലോകത്തെമ്പാടും. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെ സമീപ ഭാവിയിൽ ട്രംപിൻ്റെ തീരുവ ടാരിഫ് വളരെ വൻതോതിൽ അടിച്ചേൽപ്പിക്കുകയും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ വൻതോതിൽ വ്യാപകമായിട്ടുള്ള രാജ്യത്തെമ്പാടും ചർച്ചകൾ നടക്കുകയും അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഡിബേറ്റ്സ്, ചർച്ചകൾ ഇതിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ ബന്ധമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നു, ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ താരിഫ് അല്ലെങ്കിൽ നികുതി ചുങ്കം ഏർപ്പെടുത്താം. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകളൊക്കെ തന്നെ ചെയ്യാമെന്നുള്ളൊരു എന്നാണ് പറയുന്നത് വാഗ്ദാനങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇന്ത്യയുടെ വഴിക്ക് തന്നെ നയങ്ങൾ രൂപീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഇപ്പം ലോകത്ത് ഏത് രാജ്യം നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഏത് വില കൊടുത്തും പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ശക്തമായി നേരിടുക എന്നുള്ളതാണ്. കാരണം പഴയതിനേക്കാളും വളരെ ഉയർന്ന തലത്തിലേക്ക് ഉം, പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അല്ലേ, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി കപ്പാസിറ്റിയും പ്രതിരോധപരമായിട്ടുള്ള സൈനിക ശക്തികളും ശേഷിയെല്ലാം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കിന്ന് വെളിവാക്കുവാൻ അല്ലെങ്കിൽ നമുക്കത് തെളിയിക്കുവാൻ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു രാജ്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഭീഷണികളുടെയും സമ്മർദ്ദങ്ങളുടെയും മുൻപിൽ പിന്നെ നമ്മൾ വഴങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു റോങ് മെസ്സേജ് അല്ലെങ്കിൽ റോങ് സിഗ്നലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അത് ചെയ്യത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ 2 ദശാബ്ദത്തിലധികമായിട്ട് പ്രത്യേകിച്ച് 2+ ഡെക്കേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 2 ദശാബ്ദക്കാലമായിട്ട് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധങ്ങൾ ഒരുമാതിരിപ്പെട്ട മേഖലകളെല്ലാം തന്നെ വളരെ കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചതും. ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെ ഒത്തിരി എന്താണ് ഡിസ്റപ്ഷൻസ് ഉണ്ടാവുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയും തന്നെ അത് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതികൂലമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ല. കാരണം ഇന്ത്യ സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാതെ മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും നയങ്ങളും രൂപീകരിക്കാനുള്ള അധികാരം നമുക്കുണ്ട്, അവകാശം നമുക്കുണ്ട്. അപ്പോൾ അത് മാത്രമേ നമ്മൾ വിനിയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുടെ വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ തിരിച്ചും പറയണമല്ലോ, അമേരിക്കയായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കണമെന്നോ അല്ലെങ്കിൽ നിർത്തലാക്കണമെന്നോ കുറയ്ക്കണമെന്നോ ഒക്കെ അങ്ങനെയാണെങ്കിൽ റഷ്യയും തീർച്ചയായിട്ടും അത് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഡിമാൻഡൊന്നും റഷ്യയുടെ ഭാഗത്തൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു രാജ്യം ആയിട്ട് നമ്മൾ ഇപ്പോൾ ചബഹാർ പോർട്ടിലൊക്കെ നമ്മൾ ഇറാനുമായിട്ട് നമ്മൾ ബന്ധത്തിന് പോയപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്താവശ്യപ്പെടണമായിരുന്നു, നിങ്ങൾ അമേരിക്കയിൽ നിന്നും യാതൊരു രീതിയിലുള്ള മിലിറ്ററി അല്ലെങ്കിൽ സൈനിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ സൈനിക ബന്ധങ്ങളൊന്നും പാടില്ല, ക്വാഡിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡ് ഇറാൻ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാര പിന്നെ മേഖലയിൽ നിന്നും കൈകടത്തുക എന്നുള്ളത് നമ്മൾ പൊതുവായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടുള്ളൊരു രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചട്ടത്തിനകത്തിലൊന്നും വരുന്നില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ചൈനയെ ഒതുക്കുക അല്ലെങ്കിൽ ചൈനയെ എൻഗേജ് ചെയ്യില്ല കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് ഇന്ന് കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയെ കൂടെ നിർത്തി ഇന്ത്യക്ക് പരമാവധി ആ, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടുകളെല്ലാം ചെയ്ത് ഇന്ത്യയുടെ കപ്പാസിറ്റിയെ, ഇക്കണോമിക് കപ്പാസിറ്റിയെ, മിലിറ്ററി കപ്പാസിറ്റിയെ എല്ലാം വർദ്ധിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന് പകരം പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും
ഇല്ല, ഇന്ത്യക്കെതിരെ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രോക്സി വാറോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ടോണിൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടമൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും ഭവിഷ്യത്തുകൾ ഇന്ത്യക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അമേരിക്കയ്ക്ക് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കാരണം ചൈനയെ ഒതുക്കുക എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാകും. കാരണം ഇന്ത്യക്ക് സമാനമായിട്ടുള്ളൊരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ, ഒരു പവർഫുൾ നേഷനെ ഒരിക്കലും അമേരിക്കയ്ക്ക് കിട്ടുവാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ല, ഒരിടത്തുമില്ല. അപ്പോൾ അങ്ങനെ ആണ് ട്രംപും അമേരിക്കയും ഒക്കെ ഏകദേശം അതിനകത്തിലൊരു അയവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു റിപ്പോർട്ടുണ്ട് നമുക്ക്. ഏകദേശം 50% നമ്മളുടെ മുകളിൽ ഏർപ്പെട്ടുള്ള തീരുവ 16% കൊണ്ടുവരാനുള്ള സാധ്യത, 15-16% ട്രേഡ് ടോക്സ് പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ വളരെ താമസിയാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി 50% നിന്ന് ഇറക്കുമതി തീരുവ, ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇറക്കുമതി തീരുവ 15-16% അത് കുറയ്ക്കുവാനുള്ള ഒരു പരിപാടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാസം അവസാനം, ഒക്ടോബർ അവസാനം ആസിയാൻ രാജ്യങ്ങളുടെ സമ്മിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു സമവായത്തിലെത്തും അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയിലെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ കാർഷിക ഊർജ മേഖലകളാണ്. അവിടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയായിട്ട് വിയോജിപ്പുള്ളത്. അപ്പോൾ കാർഷിക മേഖല പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക്, അമേരിക്കൻ കോർപ്പറേഷൻസിനും തുറന്നു കൊടുക്കുവാൻ വേണ്ടി ട്രംപും അതിനു മുമ്പുള്ള ഭരണകൂടങ്ങളൊക്കെ തന്നെ വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംവിധാനങ്ങൾ ആയിട്ടുള്ള വേൾഡ് ബാങ്ക് ഉൾപ്പെടെ സമ്മർദ്ദങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പാലുൽപ്പന്നങ്ങൾ, ഈ പറഞ്ഞ ഇന്ത്യൻ വിപണി തുറന്നു കിട്ടാൻ അമേരിക്കയുടെ അഗ്രികൾച്ചർ, ഡയറി പ്രോഡക്ട്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പം ഈ മേഖലകളൊക്കെ തുറന്നു കിട്ടാൻ വേണ്ടി ട്രംപ് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു, എന്താണ് പറയുന്നത്, പൊന്മുട്ടയിടുന്ന തുറവാണ്. എന്നുവെച്ചാൽ വളരെ ലുക്രേറ്റീവായിട്ടുള്ള, വളരെ വ്യാപകമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ ഡയറി പ്രോഡക്ട്സിൻ്റെ ഒക്കെ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഇതുവരെ അതിനകത്തൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ട്രംപ് കൂടുതൽ കൂടുതൽ ഭീഷണികളുമായിട്ട് റഷ്യയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ മുകളിൽ കടന്നാക്രമണം നടത്തുന്നത്. അപ്പോൾ ഇത് ഈ അഗ്രികൾച്ചർ, കാർഷിക, ഡയറി പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഊർജ്ജ മേഖല, എനർജി, കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് മേടിക്കണം അല്ലെങ്കിൽ എനർജി മേടിക്കണം എന്നൊക്കെയുള്ളൊരു കണ്ടീഷൻ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ കൂടുതൽ പ്രൊവോക്കേറ്റീവായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ കമൻറ്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും ഇന്ത്യ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ തന്നെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ആശയവിനിമയത്തിൽ കൂടി പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വയ്യാതെ തന്നെ ഒരുപക്ഷെ ഈ രാജ്യങ്ങളും ഒരു സമവായത്തിലെത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ചൈന എന്നുള്ളൊരു ഫാക്ടർ രണ്ട് രാജ്യങ്ങളെ ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യ ഇല്ലാതെ ചൈനയെ ഒതുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം പുനഃസ്ഥാപിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യത്തിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ യു എസിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ തുറന്നു കൊടുക്കുക, ഡയറി പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് തുറന്നു കൊടുക്കുക, എനർജി സെക്ടർ അമേരിക്കയിൽ നിന്നുള്ള നമ്മൾ കൂടുതൽ ക്രൂഡ് വാങ്ങിക്കുക, റഷ്യയെ നമ്മൾ ആശ്രയിക്കുന്ന കുറയ്ക്കുക എന്നൊക്കെയുള്ളതാണ് അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുമെന്നുള്ളൊരു കാരണം കൊണ്ട് ഗവൺമെൻറ് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഗവൺമെൻറ്റിനെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ യു എസിൽ നിന്നുള്ള ഈ പിന്നെ ജനറ്റിക്കലി എന്താണ് അതിന് പറയുന്ന, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള GM, ജനിതക മാറ്റം വരുത്താത്ത ചോളം, സോയാബീൻ ഇവയുടെയൊക്കെ ഇറക്കുമതിക്ക്, കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ചിലപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചേക്കും. അല്ലെങ്കിൽ ഇന്ത്യ അതിനൊരു സമ്മതം അമേരിക്കയ്ക്ക് ഒരു വഴി തുറന്നു കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാപാര കരാർ എന്ന് പറയുമ്പം കൂടുതൽ നമുക്കറിയാം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യത്തില്ലെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തിൽ ഒരു കൂട്ടർക്കെങ്കിലും കൂടുതൽ പ്രയോജനം ഉണ്ടാകും. ഇക്കാര്യത്തിൽ അമേരിക്ക ഏറ്റവും വളരെ, എന്താ പറയുക, ഇക്കണോമിക്കലി വളരെ സ്ട്രോങ് ആയതുകൊണ്ടും പവർഫുൾ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ബാർഗൈനിങ് ചെയ്യാനുള്ള ഒരു ലിവറേജ് കൂടുതൽ അമേരിക്കയ്ക്കാണ് എന്നുള്ളൊരു
കാരണം ഇന്ത്യക്ക് കൂടുതൽ അമേരിക്ക എന്നുള്ള ക്യാപിറ്റലും ടെക്നോളജിയൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് കുറേയേറെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും ഈ വ്യാപാര കരാറായാലും മറ്റേതെങ്കിലും മേഖലയിലൊക്കെ തന്നെ ആയാലും നമുക്കൊരു അമേരിക്കയുമായിട്ടുള്ളൊരു സമവായം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൂട്ടർക്കും ആശ്വാസം എന്ന് പറയുമ്പോൾ US എന്നുള്ള ഇന്ത്യൻ ഡയറി പ്രോഡക്ട്സിൻ്റെ അല്ലെ മിൽക്ക് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റൊക്കെ തന്നെ തുറന്നു കിട്ടുവാൻ വേണ്ടി വലിയ തോതിൽ ട്രംപ് ആദ്യം മുതലേ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങുവാനുള്ള ഒരു ധാരണയും ഇന്ത്യ എത്തിച്ചേർന്നാൽ മാത്രമേ ഇതിനകത്തിലൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നതോടെ ഈ ഇറക്കുമതി തീരുവ 50% നിന്ന് 15-16% കുറയ്ക്കും. ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ജ്വല്ലറി, ഇലക്ട്രോണിക്സ് ഇതൊക്കെ ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ എക്സ്പോർട്ട് സെക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ സമ്പദ് മേഖലയ്ക്ക് സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചറിവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ഒരു കൊമ്പ് കോർക്കൽ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ഇളവുകളൊക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ കൂടെ സംരക്ഷിക്കുന്ന രീതിയിലൊരു വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു പിന്നെ ശുഭപ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. US ഈ ടാരിഫ് 50 നിന്ന് വെട്ടിക്കുറച്ച് ഈ പറഞ്ഞ 15-16% ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇതുവരെ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ US ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാരണം ഇന്ത്യ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അറിയാം, വളരെ ഏത് കാര്യത്തിലും വളരെ മെച്ചുറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള റെസ്പോൺസും അല്ലെങ്കിൽ പ്രതികരണമൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യ എപ്പോഴും ഏത് മേഖലയിലും ഏത് കാര്യത്തിലും സ്വീകരിക്കാറുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതാണല്ലോ ട്രംപിൻ്റെ പ്രശ്നം, അല്ലെ അമേരിക്കയുടെ പ്രശ്നം. അപ്പം അതിൻ്റെ പേരിലാണല്ലോ ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ ചുങ്കം ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയത്തില്ല എന്നുള്ളതൊക്കെ ട്രംപ് പറഞ്ഞതും. അപ്പം എണ്ണ വാങ്ങിക്കുന്ന കാര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന നിർത്തുമോ അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ത്യ ഇതിലെ യാതൊരു ഉറപ്പും അമേരിക്ക കൊടുത്തിട്ടില്ല. പക്ഷേ ട്രംപ് പറയുന്നത് മോഡി ട്രംപിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കത്തില്ല, ആ ഉറപ്പ് ട്രംപിന് കിട്ടിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഇന്ത്യ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ജനങ്ങൾക്ക്, കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മാത്രമേ ഇന്ത്യ എണ്ണ വാങ്ങിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓയിൽ എനർജി എവിടെ ലഭിക്കുന്നു അവിടെ നിന്ന് മാത്രമേ ഇന്ത്യ ഓയിൽ പർച്ചേസ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, വിദേശകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക റഷ്യയെക്കാളിലും കുറച്ച് തരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങും. റഷ്യയാണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സോഴ്സ് എങ്കിൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങുന്നത് തുടരും എന്നുള്ളൊരു ഹിൻ്റാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും ഈ പറഞ്ഞ ഒരു ചൈന ഫാക്ടർ നമ്മൾ കണക്കിലെടുത്ത് ഇരു രാജ്യങ്ങളും ഒരു സമവായത്തിലെത്തുകയും ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയും പഴയ സ്ഥിതിയിലാക്കുകയും കൂടുതൽ മേഖലകളിലേക്ക് അതിനെ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് പ്രതിരോധ സൈനിക മേഖലകളിൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ വർദ്ധിപ്പിച്ച് ചൈനയുടെ വളർന്നു വരുന്ന സ്വാധീനത്തെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇന്ത്യൻ ഓഷ്യനിൽ ചൈന ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഉപയോഗിച്ച് ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യാൻ, നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനൊക്കെ ഉള്ള ശ്രമം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അമേരിക്കയെ പോലുള്ള രാജ്യത്തിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യൻ നേവിയുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈനിക ബലമൊക്കെ തന്നെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനും കൂടുതൽ സാമ്പത്തിക മേഖലയിൽ കൂടുതൽ ടെക്നോളജിയും ക്യാപിറ്റലും ഒക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ തന്നെ അമേരിക്കയുടെ സപ്പോർട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഹെൽപ്പൊക്കെ തന്നെ നമ്മൾ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇൻഡോ അമേരിക്കൻ റിലേഷൻസ് കൂടുതൽ ശക്തമാകുക എന്നുള്ളത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും തന്നെ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാടോടുകൂടിയുള്ള ഒരു സമവായം ഉണ്ടാകും, അല്ലെങ്കിൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സമവാക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്
ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമേ അടുത്ത വീഡിയോയിൽ